Hi all, welcome to Tools Academy. അപ്പോൾ നമ്മുടെ 2023 കേട്ടിട്ട് എല്ലാം കഴിയുകയും അതിന്റെ റിസൾട്ടുകളൊക്കെ വന്നു അല്ലേ. അപ്പോൾ ധാരാളം പേര് കേട്ടിട്ട് ക്വാളിഫിക്കേഷൻ നേടി ടീച്ചിങ് പ്രൊഫഷനിൽ അവരുടെ ഒരു സേഫ് പൊസിഷൻ ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ 2024 മെയ്യിലെ കേട്ടിട്ട് എക്സാം ആണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ. ഇനി നമുക്ക് അധിക സമയമില്ല അല്ലേ. ഇപ്പോൾ ഓൾറെഡി ഇനി ഒരു 2-3 മാസം മാത്രമേ ഉള്ളൂ നമുക്ക് മെയ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ കേട്ടിട്ട് എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി എക്സാം അതിന്റെ ഇമ്പോർട്ടൻസ് ടീച്ചിങ് പ്രൊഫഷനിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ ഇംപ്രൂവ് ചെയ്ത് പോകണം അല്ലെങ്കിൽ അതിൽ നിൽനിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് നമ്മൾ എക്സ്റ്റേണലി പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ B.Ed ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ ഈ ഒരു വർക്കിംഗ് സിനാരിയോയിലേക്ക് വരാത്തത് കൊണ്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അവർക്ക് അറിയുമോ എന്നുള്ളത് സംശയമാണ് അല്ലെ. കാരണം B.Ed പഠിക്കുമ്പോൾ തന്നെ ആ പഠനത്തിന്റെ കൂടെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാം. അപ്പം നമ്മൾ പഠിക്കുന്ന സമയം തന്നെ മാക്സിമം 3rd 4th സെമ്മിനുള്ളിലെങ്കിലും ഈ കേട്ടറ്റ് എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ B.Ed കഴിഞ്ഞ് പുറത്തു വരാൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എന്താ പറയാ ഈ B.Ed കഴിഞ്ഞ് പിന്നെ സൈക്കോളജി പോലുള്ള B.Ed റിലേറ്റഡ് ടോപ്പിക്കിലേക്ക് ഒരു ടച്ച് ഒക്കെ വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ടോസ് അക്കാഡമിയിൽ വരുന്ന മെയ് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ബാച്ചസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ധാരാളം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. PYQ ഡിസ്കഷൻസ് അതെല്ലാ തവണയും ഉള്ളത് തന്നെയാണ്. എന്നാലും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകളുടെ ഒക്കെ നമ്പർ നമ്മൾ ധാരാളമായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ നമ്മളിവിടെ റെക്കോർഡഡ് സെഷൻ ആയിരിക്കും ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലോ പഠിക്കുകയാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ കണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ കാറ്റഗറി 1, 2, 3, 4 കാറ്റഗറിയിലുള്ള സബ്ജക്റ്റിനുള്ള കേട്ടറ്റിന്റെ കോച്ചിങ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കേട്ടറ്റിന്റെ കാറ്റഗറി 2 സയൻസിന്റെ സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കാം. സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റില് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം പക്ഷെ അതിൻ്റെയൊക്കെ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോവാം. പക്ഷെ നമ്മൾ ആ സിലബസിൽ നോക്കുമ്പോൾ ബയോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് കൂടുതലുള്ളത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ജെർമിനേഷൻ ഓഫ് സീഡ്. അപ്പൊ ഇതൊരു 5 മുതൽ ഒരു 7 വരെയുള്ള ക്ലാസ്സുകളിൽ വരുന്ന ഭാഗത്തിൽ നിന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോയിന്റുകൾ എടുക്കണം ഈ ഒരു ടോപ്പിക്കിലേക്ക്. അപ്പൊ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കാരണം ഇപ്പൊ തൊട്ട് കഴിഞ്ഞ എക്സാമിലൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളും SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ജെർമിനേഷൻ ഓഫ് സീഡ്. ഇവിടെ സീഡ് ജെർമിനേഷൻ നമ്മുടെ SCERTയിൽ വിത്ത് മുളയ്ക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു പാഠത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ, ആ ഒരു SCERT പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പോയിന്റ് ആവും. പക്ഷെ അതോടുകൂടി നിങ്ങൾ നിർത്തരുത്, കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫാക്കൽറ്റീസ് ഇതിനുള്ള എല്ലാ അസിസ്റ്റൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അടുത്താണ് സെല്ല്. സെൽ എന്ന് പറയുമ്പോൾ സെല്ലും സെൽ ഓർഗനൽസും ടിഷ്യൂസ്, കോശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഡിസീസുകൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഡിസീസസ്. മൈക്രോ ഓർഗാനിസംസ്, മോഡ് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ, അതായത് ഭക്ഷണത്തിലൂടെ, ജലത്തിലൂടെ, വായുവിലൂടെ ഒക്കെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്. ഇനി പൊല്യൂഷൻ, ഇവിടെ നിന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് കണ്ടുവരാറില്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴും ആ ഒരു ഇമ്പോർട്ടൻസ് ഓരോ ടോപ്പിക്കിനും കൊടുത്ത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ടോപ്പിക് പഠിക്കാൻ. ഇനി കാർഡിയോ വാസ്കുലർ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സ്ക്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ആനിമൽ ന്യൂട്രീഷൻ, നെർവസ് സിസ്റ്റം ആൻഡ് ബോഡി സ്ട്രക്ചർ. അപ്പൊ ഈ ഒരു ഏരിയ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകൾ തന്നെ പഠിച്ചാൽ മതിയായിരിക്കും. ഇതൊന്നും ഒത്തിരി എക്സ്ട്രാ പോയി പഠിക്കേണ്ട കാര്യമില്ല.
അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ തവണയും വന്ന് കാണാറ്. ഓക്കെ, ഇനി സെല്ലുലാർ ഇക്വിലിബ്രിയം, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സെൽ ഇക്വിലിബ്രിയം ഒക്കെയാണ് അതിനകത്തുള്ളത്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ, ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ജലത്തിന്റെ അല്ലെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക്, കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ജലത്തിന്റെ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക അല്ലെ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ജലം ഒഴിച്ചുള്ള മറ്റു പദാർത്ഥങ്ങൾ ഈ ഒരു രീതിയിലാണ് പോകുന്നെങ്കിൽ അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഗാഢതാക്രമത്തിനെതിരായിട്ടാണ്, പക്ഷെ അവിടെ ഊർജം സ്പെൻഡ് ചെയ്യപ്പെടും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എക്സാം ഫോക്കസ് ആയിട്ടുള്ള പോയിന്റുകൾ പഠിച്ച് മുന്നേറുമ്പോഴാണ് നമുക്ക്, അല്ലാതെ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ വായിച്ചുകൊണ്ട് കാര്യമായില്ല. അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി പ്ലാന്റ് റീപ്രൊഡക്ഷൻ, ഇതിനകത്ത് ഏജൻസ് ഓഫ് പോളിനേഷൻ, സീഡ് ഡിസ്പേഴ്സൽ, ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് കേട്ടറ്റിന്റെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞതല്ല, അതിന് മുൻപത്തെ എക്സാമിന് കപട ഫലങ്ങൾ അല്ലെ, ഫോൾസ് ഫ്രൂട്ട് ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ചോദിച്ചത്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി നോക്കുക, ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, സുവോളജിക്കൽ പാർക്ക്, ജീൻ ബാങ്ക്. അപ്പം ഇതൊക്കെ ആ ഒരു പ്രകൃതിയുമായിട്ട് ഇക്കോസിസ്റ്റം ആ ഒരു റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ഫിസിക്സിന്റെ ടോപ്പിക് വരുമ്പോഴേക്കും ട്രാൻസ്പെറന്റ് ആൻഡ് ഒപ്പേക്ക് ഒബ്ജക്ട്സ്. ഇനി സോളാർ സിസ്റ്റത്തിൽ നിന്നൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും തന്നെ വരാറുണ്ട്. സിമ്പിൾ മെഷീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിവർ, പുള്ളീസ്, ഫൾക്രം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫൾക്രം, റെസിസ്റ്റൻസ്, ഇഫോർട്ട് ഒക്കെയാണ് നമ്മൾ, ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ മലയാളത്തിൽ ആ ഒരു പോർഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ആൻഡ് മാഗ്നറ്റിസം, കാന്തത്തെ കുറിച്ചുള്ള ചോദ്യം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനർജി, അത് വളരെ എന്താ പറയാ, കുറച്ചും കൂടെ നമുക്ക് ജനറൽ ആയിട്ടൊക്കെ എനർജിയെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. തെർമൽ എക്സ്പാൻഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സൗണ്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ, പ്രത്യേകിച്ച് പിച്ച് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോഷൻ പിന്നെ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് തന്നെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ഫിഗർ തന്നിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഫോഴ്സ്, അതായത് നമുക്കറിയാം എന്താ പറയാ, ഫോഴ്സിന്റെ, ന്യൂട്ടൺസിന്റെ ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി കെമിസ്ട്രി ടോപ്പിക്കിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് സിലബസ് ആണ് കൊടുത്തിരിക്കുന്നുള്ളൂ. എങ്കിലും നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഒരു 5 മുതൽ 8 വരെയുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ടോപ്പിക്കുകൾ അങ്ങനെ ഡീൽ ചെയ്തിരിക്കണം എന്നുള്ളത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിക്സ്ചറും അതിന്റെ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഒക്കെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ്. മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, കോസ്മെറ്റിക്സ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. കെമിക്കൽ റിയാക്ഷൻ ചോദിക്കാറുണ്ട്, ഇക്വേഷനെ ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നോക്കുക, ഇവിടെയാണ് പിന്നെ കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ വരുന്നത്. മോളിക്യൂൾസ് ആൻഡ് ആറ്റം, നമ്മുടെ ആറ്റം, അതിന്റെ കൺസെപ്റ്റുകൾ, അതിന്റെ ഡിഫറെന്റ് മോഡൽസുകൾ, ആറ്റോമിക് മോഡലുകൾ കണ്ട, ബോർ ആറ്റം മോഡൽ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസി, ആറ്റോമിസിറ്റി, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇനി സയൻസിൽ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് പെഡഗോഗി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സയൻസ് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പെഡഗോഗി, അത് നമ്മളിവിടെ വളരെ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ധാരാളമായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ CCE, കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെ, സയൻസ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങുകൾ എന്തൊക്കെയാണ്, ടീച്ചിങ് എയ്ഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമികൾ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജും ചോദിക്കുന്ന ഏരിയാസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഫോക്കസിൽ നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ്ങിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ബയോളജിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏരിയ ഫോക്കസ് ചെയ്യേണ്ടത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം,
ഹ്യൂമൻ നെർവസ് സിസ്റ്റം, എക്സ്ക്രീഷൻ ആൻഡ് സെൽ ഓർഗൻസ്. കാരണം ഇത് സെലക്ട് ചെയ്യാൻ കാരണം എപ്പോഴും നമ്മൾക്ക് ഒരു 6-7 മാർക്കിന്റെ ബയോളജി ചോദിക്കുമ്പോൾ ഈ 4 ടോപ്പിക്കിൽ നിന്നും തന്നെ എപ്പോഴും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു 6-7 മാർക്ക് ബയോളജി എന്ന് പറയുമ്പോൾ ഏകദേശം 4 മാർക്ക് ഇവിടുന്ന് തന്നെ കിട്ടുമ്പോൾ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ബയോളജിയിൽ വളരെ, പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും മറ്റ് ഏരിയാസിൽ നിന്നൊക്കെ, എങ്കിലും എല്ലാ തവണത്തെ എക്സാമിനും ഈ ഒരു 4 ഏരിയയിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസും എന്തായാലും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഇപ്പം കഴിഞ്ഞ നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ ലേറ്റസ്റ്റ് നടന്ന കേട്ടറ്റ് എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കുക. കേട്ടോ, ബയോളജി അത്രയും ടോപ്പിക് നമുക്ക് തന്നെങ്കിലും അതിനകത്ത് 6 മാർക്ക് മാത്രമാണ് ബയോളജി ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി നോക്കിയാൽ ഫിസിക്സിൽ നിന്ന് ഏകദേശം 10 മാർക്കും കെമിസ്ട്രിയിൽ നിന്ന് 9 മാർക്കും. കണ്ടോ, ഇത്രയും മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു 20 മാർക്കിനോട് അടുത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കണ്ടോ, ബയോളജി പിന്നെ ഞാൻ ഫോക്കസ് ഏരിയ ചോദിക്കുവാണെങ്കിൽ ഏകദേശം ഒരു 6 മാർക്ക് ചോദിച്ചപ്പോൾ അതിൽ 4 മാർക്കും ഞാനിപ്പോ പറഞ്ഞ ഫോക്കസ് ഏരിയയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെഡഗോഗി 5 മാർക്കാണ്. അത് നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടാക്സോണമികളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പെഡഗോഗിയിൽ എക്സ്പെക്ട് ചെയ്യാം. ബാക്കിയെല്ലാം അത്ര പ്രെഡിക്റ്റബിൾ അല്ല. ഇങ്ങനെ അവർ പല ഏരിയ, കാരണം അത്രയും ഏരിയ സിലബസിലുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്നുള്ളതായിരിക്കും. എന്തായാലും ടാക്സോണമി ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാണ്? ഈ SCERT ടെക്സ്റ്റ് ബുക്കിനെയാണ് നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെയും മാർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾ ഒരു EVSലേക്ക് പോകുമ്പോൾ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ആ എല്ലാ ക്വസ്റ്റ്യനും SCERTൽ നിന്നാവണം എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സാം വരുന്നത് അങ്ങനെയാണ്. മോർ ഒരു ജനറൽ ബേസിലാണ് എപ്പോഴും EVS സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറ്. അതുകൊണ്ട് തന്നെ EVSൽ കുട്ടികൾ പാസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൊതുവെ അത്യാവശ്യം പത്രമൊക്കെ വായിക്കുകയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിലാണ് ആ ഒരു EVS സബ്ജക്റ്റിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് പാസ് ആവാൻ പറ്റുക. പക്ഷെ സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ സയൻസ്, അതായത് കാറ്റഗറി 2 സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല എന്താ പറയുക, സിലബസ് ഓറിയന്റഡ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ഈ കാറ്റഗറി 2 നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കാറ്റഗറി 2 കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാറ്റഗറി 1 വേണ്ട അല്ലെ, BEd കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു കാറ്റഗറി 2 നിങ്ങൾ എഴുതിയെടുക്കാൻ നോക്കുക. സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഉഷാറായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ടോസ് അക്കാഡമിയിൽ കേട്ടറ്റിനുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അല്ലെ, ആ ഒരു അത്രയും പാഷനോട് കൂടെ ആയിരിക്കും നിങ്ങൾ BEd പോലുള്ള ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ BEd ജോയിൻ ചെയ്തതോടുകൂടി നിങ്ങൾ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നല്ല, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് അതിനുള്ള പ്രിപ്പറേഷനിലാണ് അല്ലെ, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഡിഗ്രി PG തൊട്ടെല്ലാം. എങ്കിലും കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന ആക്ച്വലി BEd എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഈ പറയുന്ന കേട്ടറ്റ് സെറ്റ് പോലുള്ള എലിജിബിലിറ്റി എക്സാമുകൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ അസിസ്റ്റൻസ് വളരെ ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ ഇഫക്റ്റീവ് ആയിട്ട് ഇത്തരം എക്സാമുകളെ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ടോസ് അക്കാഡമി. ഓരോ തവണയും എക്സാം കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ വിന്നേഴ്സിന്റെ ലിസ്റ്റും ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടോ ഇതേപോലെയൊക്കെ നമ്മൾ ഇടാറുണ്ട് അല്ലെ. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നത് പോലെ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേട്ടറ്റ് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും ഈ ഒരു കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ വേണം അല്ലെ, അല്ലെങ്കിൽ അതിന് പഠിക്കാൻ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ടൈം കുറവുള്ള എല്ലാവരും ടോസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക. കാറ്റഗറി 1, 2, 3, 4ലേക്കുള്ള കോച്ചിങ്ങുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.